വലിയ ആപത്തുകൾ ഉണ്ടാകും. എത്ര കണ്ട് ശാസ്ത്രം പുരോഗമിച്ചാലും ചന്ദ്രനിൽ നമ്മൾ പോകുന്ന ടെക്നോളജി ഉണ്ടായാലും ശരി, മണ്ണിനടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ എത്തിപ്പെടുന്നത് ഏറെ ശ്രമകരം തന്നെയായ വിഷയമാണ്. അതുപോലെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് വരെ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത പേരായിരുന്നു ഗംഗാവാലി. എന്നാൽ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ നദീതീരത്തേക്കാണ്. ജൂലൈ 16 ഷിരൂരിൽ ഗംഗാവാലി നദിയോട് ചേർന്നുള്ള സ്ഥലത്ത് വൻ മണ്ണിടിച്ചിലുണ്ടായത്. മഴ കനത്തതോടെ അങ്കോള ദേശീയപാതയുടെ ഒരു വശത്തായുള്ള വലിയ കുന്നിടിയുകയായിരുന്നു. മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്കും നദിയിലേക്കുമാണ് പതിച്ചത്. കോഴിക്കോട് സ്വദേശിയായ അർജുനെ ആ മണ്ണിടിച്ചിലാണ് കാണാതായത്. NH 66 നിർമ്മിക്കാൻ ഏറെ ബുദ്ധിമുട്ട് നേരിട്ട ഭാഗങ്ങളിൽ പ്രധാനിയാണ് ഈ സ്ട്രെച്ച്. ചെങ്കുത്തായ മലനിര ഒരു വശത്ത്, അതും ഉറപ്പുള്ള പാറ, വെള്ളപ്പാറകൾ, അതായത് ചെമ്മണ്ണിൽ പൊതിഞ്ഞ ഉയർന്ന മലനിരകളാണ് ഇവിടെയുള്ളത്. 289 മീറ്ററാണ് മലയുടെ പീക്ക് പോയിന്റിന്റെ പൊക്കം. ഈ ഭാഗത്ത് അതാണ് ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കുന്നതും. എന്നാൽ മറുവശത്തോ മിക്കപ്പോഴും കരകവിയുന്ന ഏതാണ്ട് 150 മീറ്റർ മുതൽ 485 മീറ്റർ വരെ വിസ്തൃതിയിൽ പല ഭാഗത്തും ഒഴുകുന്ന ഗംഗാവാലി നദി. അപകടം നടന്ന ഭാഗത്ത് 209 മീറ്ററാണ് സ്വാഭാവിക നദിയുടെ വീതി. എന്നാൽ അപകടം നടന്ന സമയങ്ങളിൽ ഈ വീതി 252 മീറ്റർ വരെ ആയിട്ടുണ്ടെന്നായിരുന്നു കണക്കുള്ളത്. നദിയുടെ സ്വാഭാവിക നിരപ്പിൽ നിന്നും ആദ്യത്തെ തട്ടിലെ റോഡ് 11 അടി പൊങ്ങിയാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ പുതിയ റോഡ് ആ റോഡിൽ നിന്നും ഏതാണ്ട് 9 അടി ഉയർന്നു നിൽക്കുന്നു. ഇടയ്ക്ക് മലയുടെ അവശേഷിക്കുന്ന ഭാഗം അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഈ റോഡിന്റെ അരികിലായി നിൽക്കുന്ന മല 280 മീറ്റർ പൊക്കത്തിൽ ഏതാണ്ട് വളരെ ചെറിയ ചെരിവിൽ ഏതാണ്ട് ചെങ്കുത്തായി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ഈ മലയുടെ ഏതാണ്ട് 90 മീറ്റർ മുകളിൽ നിന്നുമാണ് മലയിൽ കുത്തനെ മണ്ണിടിച്ചിലുണ്ടായത്. ശരവേഗത്തിൽ ടൺ കണക്കിന് പാറയും വെള്ളവും മൺകൂനിയും അതിശക്തമായി പതിച്ചു. ഏതാണ്ട് 150 മീറ്ററോളം പുതിയ റോഡിനെ മൂടിക്കൊണ്ട് താഴത്തെ റോഡ് മുറിച്ചുകൊണ്ട് നദിയിലേക്ക് പതിച്ചു. 10 കിലോമീറ്ററിലേറെ വേഗതയിലാണ് നദി ഒഴുകുന്നത്. ഈ ഒഴുക്ക് തുടരുകയാണ്. സാധാരണക്കാർക്ക് ഒരിക്കലും പുഴയിലിറങ്ങാൻ സാധിക്കാത്ത അത്രയും ഒഴുക്കാണ് ഇവിടെയുള്ളത്. മുങ്ങൽ വിദഗ്ധർക്ക് പോലും വെള്ളത്തിലെ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാനാവാത്ത സ്ഥിതിയും. പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ നിന്ന് നേരിട്ട് താഴേക്ക് പതിക്കുന്ന നദിയാണ് ഗംഗാവാലി. ധാരാളം വെള്ളച്ചാട്ടങ്ങളും ഉറവകളുമുള്ള പുഴ. ഇതാണ് ഇവിടെ ഇത്രയും ഒഴുക്ക് അനുഭവപ്പെടാൻ കാരണം. പുഴയിൽ പലയിടത്തും കടലിലെ പോലെ തിരകളും കാണാൻ സാധിക്കും. ഈ തീവ്രതയിൽ നദി മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നവർക്ക് അപകടകരമായിരിക്കും സ്ഥിതി. കർണാടകയിലെ പ്രധാന നദികളിൽ ഒന്നാണ് ഗംഗാവാലി. ധാർവാഡിന് തെക്കുനിന്ന് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. പിന്നീട് നിബിഡ വനത്തിലൂടെയാണ് ഒഴുക്ക്. ഷാൽമാല എന്നാണ് അപ്പോൾ നദിയുടെ പേര്. പിന്നെയും കുറച്ചു ദൂരം പോകുമ്പോൾ നദിയുടെ പേര് ഗംഗാവാലി എന്നാവും. ഉത്തര കന്നഡ, ധാർവാഡ്, ഹവേരി ജില്ലകളിലൂടെയാണ് ഈ നദിയുടെ ഒഴുക്ക്. 161 കിലോമീറ്ററാണ് ആകെയുള്ള ദൈർഘ്യം. പലയിടങ്ങളിലും 25 അടിയിലേറെ താഴ്ചയാണുള്ളത്. ഗോകർണത്തിന് സമീപത്ത് വെച്ച് നദി അറബിക്കടലിൽ ചേരുന്നു. മഴക്കാലത്താണ് നദി കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. 300 മീറ്റർ മുതൽ 600 മീറ്റർ വരെയാണ് നദിയുടെ വീതി. ഗംഗാവാലിയോട് ചേർന്ന് ഗംഗാവാലി ഗ്രാമവുമുണ്ട്. അങ്കോള ടൗണിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗംഗാവാലി റോഡിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരമേയുള്ളൂ പ്രശസ്തമായ ഗോകർണത്തേക്ക്. മഴക്കാലത്ത് ഈ നദിയിൽ നാട്ടുകാർ കുളിക്കുകയോ നീന്തുകയോ ചെയ്യാറില്ല. മലമുകളിൽ നിന്ന് ഒഴുകിവരുന്ന മരത്തടികളും പാറകളും അപകടം സൃഷ്ടിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.